ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് യോക്കിൽ ഇതുപോലത്തെ ഒരു ഡിസൈനും ബക്കറ്റ് ഷേപ്പ് പോലത്തെ ഒരു ഡിസൈനും വിത്ത് ലേസ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 14 ഇഞ്ച് നീളമുള്ള ഒരു ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും പിന്നെ ഒരു 5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നെക്ക് വേണ്ടത് അത് വരച്ചു കൊടുക്കാം. താഴെ ഭാഗത്തൊരു 1/2 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ വെട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തില്ല 5 ഇഞ്ച്, അവിടെ നിന്ന് 3.5ലേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ മുമ്പേ വീഡിയോ എടുത്ത് വെച്ചത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതാണ് കേട്ടോ കളർ ചേഞ്ച് കാണുന്നത്. ഞാനിത് വേറൊരു ക്ലോത്തിൽ ചെയ്തിട്ട് കാണിക്കുകയാണ്. ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ നമുക്ക് താഴെ ഭാഗത്ത് ചെറിയൊരു വെട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടും. ഇനി അത് നമ്മൾ മെയിൻ ക്ലോത്തായ ജോർജറ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജോർജറ്റ് നമ്മളൊരു 1 ഇഞ്ച് ഗ്യാപ്പിലോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം, ഇതുപോലെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ കിട്ടും. ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ട് വലിയ നീറ്റൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ലേസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന മെയിൻ ക്ലോത്തിൻ്റെ മോശം വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ചുറ്റിലും നമ്മൾ ലേസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.